നമ്മളെപ്പോലെ ദുരിതം അനുഭവിക്കുന്ന നമ്മളെപ്പോലുള്ള സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരാണ് അവിടെ ഉള്ളത്. അവരെയൊക്കെ സഹായിക്കുക എന്നുള്ളത് ഇപ്പം നമുക്ക് മാത്രമേ കഴിയുകയുള്ളൂ. ഓൾഡൊന്നുമില്ല, നല്ല തന്നെ. ഓൾഡൊന്നുമില്ല. ഓൾഡ് സ്റ്റോക്ക് ഒന്നുമില്ല. അതൊക്കെ എപ്പോഴേ കൊടുക്കും. പഴയ തന്നെ മറ്റേ മെറ്റീരിയലിന്റെ ആളുകളെല്ലാം ഒറ്റക്കെട്ടാണ്. വയനാട് ദുരിതാശ്വാസ ബാധിതർക്ക് ഒരു കൈത്താങ്ങായിട്ടാണ് ഞങ്ങൾ ഈ സാധനം വാങ്ങുന്നത്. നമസ്കാരം, ടെലിവിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. ഇത് വയനാട് ദുരിതാശ്വാസ ക്യാമ്പിലേക്കുള്ള ആവശ്യ സാധനങ്ങളാണ് വാളകം CPI ലോക്കൽ കമ്മിറ്റി അംഗങ്ങളുടെ നേതൃത്വത്തിൽ കളക്ഷൻ ചെയ്യുന്നത്. ഇത് വയനാട് ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് ഞങ്ങൾ എല്ലാവരും കൂടെ വാളകം LCയുടെ നേതൃത്വത്തിലുള്ള CPIയുടെ സഹാക്കളെല്ലാം കൂടെ കടകളിൽ എല്ലാവരും കൂടെ കയറി ഞങ്ങൾ ക്യാമ്പിലേക്കുള്ള സാധനങ്ങൾ കളക്ട് ചെയ്യുകയാണ്. ദുരിതാശ്വാസത്തിൽ ദുരിതം അനുഭവിക്കുന്നവർക്ക് ഒരു കൈത്താങ്ങായി മുതലാളിയുടെ വകയായി എന്തുവാണെന്ന് വെച്ചാൽ അതിന് പൈസ വേണ്ട, ക്യാഷ് വേണ്ട, സാധനങ്ങളോ ബെഡ്ഷീറ്റോ അത് മതി, അല്ല വേറെ പൈസ വേണ്ട. ആ സാധനം അതെല്ലാം കവറിലൊക്കെയായിരുന്നു നമ്മൾ. എന്ത് പറയാൻ, ഇനിയുണ്ട് വേറെ. ഇത് മറ്റേ ഞങ്ങളുടെ വ്യാപാരി വ്യവസായ ഉണ്ട്, അതോടെ വേറെ കൊടുത്തോളാം. ക്യാമ്പുകളിലേക്ക് വാളകത്ത് സമാഹരിച്ചുകൊണ്ടിരിക്കുകയാണ്. കൈ അയച്ചാണ് ആളുകൾ CPI വാളക ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് കൈ അയച്ചാണ് ആളുകൾ സംഭാവന നൽകുന്നത്. ദുരിതബാധിതരെ സഹായിക്കുന്നതിന് വേണ്ടുന്ന എല്ലാ കൈത്താങ്ങും മലയാളികൾ ഒറ്റക്കെട്ടാണെന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചുകൊണ്ട് ആവശ്യം പോലെ സാധനങ്ങളാണ് ഓരോ കടകളിൽ നിന്നും നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഈ തുണി പിന്നെ എല്ലാ സാധനവും വയനാട് ദുരിതാശ്വാസ ഫണ്ടിലേക്ക് വാളകം ലോക്കൽ കമ്മിറ്റിയിൽ നിന്ന് ശേഖരിച്ച അത്യാവശ്യ സാധനങ്ങൾ ഞങ്ങൾ ശേഖരിച്ചുകൊണ്ടേയിരിക്കുന്നു. ആളുകൾ വളരെ നിസ്സീമമായ രീതിയിൽ എല്ലാവരും സഹകരിക്കുകയും അകമഴിഞ്ഞ് സാധനങ്ങൾ തരികയും ചെയ്യുന്നുണ്ട്. അതെ, മലയാളികളെല്ലാം ഒറ്റക്കെട്ടാണ്. നമ്മൾ മലയാളികളെല്ലാം ഒറ്റക്കെട്ടാണ്. മലയാളികൾ ഒറ്റക്കെട്ടാണ്. കേരളം കണ്ട ഏറ്റവും വലിയ മഹാദുരന്തത്തിൽ ദുരിതബാധിത പ്രദേശങ്ങളിലേക്കുള്ള ആവശ്യ സാധനങ്ങൾ എത്തിച്ചു നൽകുവാൻ വാളകം CPI ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾ ശേഖരിച്ച് ദുരിതബാധിത പ്രദേശങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുന്ന ആ ഒരു തത്സമയ കാഴ്ചയാണ് പ്രേക്ഷകർ കാണുന്നത്. വയനാട് ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് ഒരു കൈത്താങ്ങ്. ഒരു കൈത്താങ്ങ് പറഞ്ഞേക്കണേ.